അങ്ങനെ ശശി തരൂർ തിരുത്തി. പിണറായി വിജയന്റെ സർക്കാർ ചെയ്ത വ്യാവസായിക വികസനം എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിച്ച ഒരു റിപ്പോർട്ടാണെന്നും യഥാർത്ഥത്തിൽ സർക്കാർ വലിയ പരാജയമാണെന്നും തിരുത്തി പറഞ്ഞിരിക്കുകയാണ് ശശി തരൂർ. ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തരൂർ പറയുന്നത്. വ്യവസായം എത്തിനോക്കിയിട്ടില്ലാത്ത പിണറായി ഭരണകാലത്ത് തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞുപോയ ശശി തരൂർ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അന്വേഷിച്ചപ്പോൾ ആ കഥ മനസ്സിലായിരിക്കുന്നു. അങ്ങനെ തനിക്ക് ലഭിച്ച തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വ്യവസായ വളർച്ച സംബന്ധിച്ച നിലപാടിൽ വലിയ മാറ്റവുമായി ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നു. സ്റ്റാർട്ടപ്പുകൾ എന്നത് വെറും കടലാസിൽ മാത്രം ഒതുങ്ങരുത് എന്ന് ശശി തരൂർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കേരള സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി നല്ലതെന്ന് സമ്മതിക്കാം. എന്നാൽ കേരളത്തിലെ യഥാർത്ഥ സാഹചര്യമല്ല ആ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ ഉള്ളത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ശശി തരൂർ. കേരളത്തിൽ നിരവധി ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ പൂട്ടിയെന്ന റിപ്പോർട്ട് പങ്കുവെച്ചുകൊണ്ടാണ് തരൂർ നിലപാട് തിരുത്തിയത്. ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ കണക്കുകൾ നോക്കാതെ ചില റിപ്പോർട്ടുകളെ മാത്രം നോക്കി അഭിപ്രായം പറഞ്ഞതാണ് കോൺഗ്രസിൽ തന്നെ ഒരു പൊട്ടിത്തെറിയുടെ വക്ക് വരെ എത്തിയത്. പക്ഷേ കോൺഗ്രസുകാർ എല്ലാം ഒന്ന് വട്ടത്തിലിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചിന്തിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം എളുപ്പമായി മനസ്സിലാക്കി. സർക്കാരിന്റെ കണക്കുകൾ വെറും അസംബന്ധമാണെന്നും സർക്കാരിനെ പ്രശംസിച്ചു പോയത് അബദ്ധമായി പോയി എന്നും ശശി തരൂർ എംപിക്ക് തിരുത്തി പറയേണ്ടി വന്നിരിക്കുന്നു എന്നത് രാജ്യം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. വി.ഡി. സതീശനെ പോലെയുള്ള നേതാക്കൾ ഇത്തരത്തിലുള്ള കണക്കുകളെല്ലാം വളരെ വ്യക്തമായി പരിശോധിച്ചു മാത്രമേ കാര്യങ്ങൾ പറയാറുള്ളൂ. അതുപോലെ തന്നെയാണ് ശശി തരൂറും ഒട്ടുമിക്ക കാര്യങ്ങളും പഠിക്കാറുണ്ടായിരുന്നു, അതുമാത്രമേ പറയാറുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കാരിന്റെ കണക്കുകളും അവകാശവാദങ്ങളും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ശശി തരൂർ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് സംഭവിച്ചു പോയത് ഒരു റിപ്പോർട്ടിനെ മാത്രം നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അത് കോൺഗ്രസുകാർ കാര്യമായി എടുത്തതും കോൺഗ്രസിനെ നശിപ്പിക്കാൻ CPM അത് ഏറ്റെടുത്തതുമെല്ലാം വലിയ വിവാദമായപ്പോൾ കോൺഗ്രസുകാർ തന്നെ വിളിച്ച് ശശി തരൂരിനെ യഥാർത്ഥ കണക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതോടെയാണ് കേരളം ജനങ്ങളെ പറ്റിക്കുന്നതിൻ്റെ യഥാർത്ഥ കണക്ക് തരൂറിന് പിടികിട്ടിയത്. തരൂർ വഴി ഇപ്പോൾ അത് കേരളത്തിൽ മൊത്തം ആ തട്ടിപ്പ് മനസ്സിലായിരിക്കുന്നു. വ്യാവസായിക വകുപ്പിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻ വളർച്ചാ കണക്ക് ശരിയല്ല എന്ന കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ദേശീയ സംസ്ഥാന നേതൃത്വം ശശി തരൂർ MP അറിയിച്ചിരുന്നു. പാർട്ടി ലൈനിൽ നിൽക്കണമെന്ന AICCയുടെ കർശന ഒരു സന്ദേശവും KPCC അധ്യക്ഷനും AICC കൈമാറി. ആ കണക്ക് കിട്ടിയാൽ തിരുത്താമെന്ന തരൂറിന്റെ വെല്ലുവിളിക്കുള്ള മറുപടിയായിരുന്നു കണക്ക് നിരുത്തിയുള്ള പ്രതിപക്ഷ നേതാവ് V.D. സതീശന്റെ മറുപടി. തെറ്റായി കിട്ടിയ കണക്കാണ് ആ ലേഖനത്തിന് തന്നെ ആധാരമായത് എന്നാണ് കോൺഗ്രസും ശശി തരൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പേപ്പർ കട്ടിങ് തന്നെ അദ്ദേഹത്തിന്റെ എക്സിൽ കുറിച്ചുകൊണ്ട് തനിക്ക് പറ്റിയ അമളിയെ പറ്റി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ കണക്കുകളൊന്നും പരിശോധിക്കാതെ പിണറായി വിജയൻ കേന്ദ്രത്തെ സ്വാധീനിച്ചുകൊണ്ടുണ്ടാക്കിയ ഈ റിപ്പോർട്ടിനെ ആശ്രയിച്ചത് തരൂറിന്റെ ജീവിതത്തിലെ തന്നെ ഒരു പരാജയമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാരിനെ വിശ്വസിച്ചു പോയതിന് പരസ്യമായി തരൂർ തിരുത്തിക്കളഞ്ഞത്. ലഹരി മാഫിയകളുടെ അഴിഞ്ഞാട്ടവും കേരളം ഒരു ശവപ്പറമ്പായി മാറുന്നതുമെല്ലാം കൊണ്ട് താഴെ വീഴാൻ പോകുന്ന ഒരു സർക്കാരിന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ 4-5 ദിവസം കഴിഞ്ഞത് തരൂർ പറഞ്ഞത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പിണറായി വിജയന്റെ ആപ്പീസ് തന്നെ പൂട്ടുന്ന ഒരു നീക്കമാണ് ശശി തരൂർ MP നടത്തിയിരിക്കുന്നത്. 4 ദിവസം ആഘോഷിച്ച തരൂർ വിഷയം ഇത്രയും വലിയ പണി തരുമെന്ന് പിണറായിയും സംഘവും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല.